അപ്ഡേഷൻ എന്തിനാണ് കൂടുതൽ കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നു ഫോണിനാണ്. വീട്ടമ്മമാർക്ക് കൂടുതൽ പരിചയം മറ്റേ ജയയുടെ അടിമേടിച്ച ആളായിട്ടാണ്. കൂടുതലും ആൾക്കാർ പറയുന്നത് സജിയേട്ട എന്നുള്ള പരിപാടി തന്നെയായിരുന്നു. ഇവിടെ സേഫ് അല്ല. പിന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുത്തൻ കാർന്ന് ഇപ്പൊ ഒന്നും വിളിക്കുന്നില്ല. എങ്കിലും മാത്യുവിന് വേണ്ടത്ര സിനിമകൾ കിട്ടാതെ പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ചില സിനിമകൾ നമ്മൾ എനിക്കൊക്കെ സ്വയം കാണുമ്പോൾ ചില സിനിമകൾ ഇത് മാത്യു ആയിരുന്നു എന്ന് ചിന്തിക്കും. ഒരു മിനിറ്റ് ഉറക്കം കിട്ടാണ്ടാവുമ്പോഴൊക്കെയാണ് ഈ ചിന്ത. എന്നാലും ഞാൻ ചെയ്തത് എനിക്ക് നൗഫല് ഒരു റോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പടം പിച്ച് ചെയ്യണത്. പടം കഴിഞ്ഞപ്പോൾ റോളില്ല. അപ്പോൾ ഡേയ്സ് കുറച്ച് കൂടിയപ്പോഴാ ഞാൻ പറഞ്ഞു ഡേയ്സ് ഒന്ന് ചുരുക്കണം. ആ ഡേയ്സ് ചുരുക്കാലോ, ആദ്യം എൻ്റെ സീനാണ്. 3 കൊല്ലം കൊറോണ കൊണ്ടുപോയി, പിന്നെ 1 കൊല്ലം പ്രളയം കൊണ്ടുപോയി. അതിന്റെ ഇടയിൽ ടിക്ടോക്കില് കുറെ സ്റ്റാർസ് ജനിച്ചു. വാക്കുകളൊക്കെ മറന്നു പോകണം. എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മലയാള സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കും സിനിമ ഭയങ്കര അപ്രോച്ചബിൾ ആണ് ഇപ്പോൾ. അതിന് വലിയ ദൂരമൊന്നുമില്ല. ഒരാള് ഭയങ്കര ഇത്രയും ആളുകളിലേക്ക് എത്താൻ അയാളുടെ ഒരു വീഡിയോ മതി. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഓരോ അന്ധവിശ്വാസം. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 പേർക്കും സ്വാഗതം. താങ്ക് യു. എവിടെ എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല, അതാണ് പ്രശ്നം. സഭയിൽ നിന്ന് തുടങ്ങണല്ലേ നല്ല റെക്കോർഡ് കളക്ഷനിൽ സഭ നല്ലൊരു തുടക്കമാണ്. അതെ, തുടങ്ങാം. തുടങ്ങി തുടങ്ങിയില്ലേ? അപ്പൊ നമ്മള് ലോകയുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിലേക്ക് വരുവാണല്ലേ. ലോക റെക്കോർഡിലേക്ക് പോകുന്നു. ഇതും അങ്ങനെ എത്തട്ടെ നമ്മൾ ആത്മാർത്ഥമാക്കി. ലോക റെക്കോർഡായി. ലോകസഭ ഉണ്ട്. എങ്ങനെയുണ്ട് ലോകാനന്തരം സഭ? അതെ അതെ, ഓക്കെയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സിനിമ ഇത്രയും വലിയ സക്സസിലോട്ട് എത്തുന്ന സമയത്ത് എത്തുന്നു. നമ്മളുടെ ചെയ്ത കഥാപാത്രങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്ന സമയത്തും സന്തോഷം. ഇതിലെങ്ങനെയുണ്ട്? ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രാജേഷ് എന്നാണ്. ഇതിൽ നമ്മൾ ചുറ്റും കാണുന്ന നമ്മുടെ നാട്ടും പുറത്തൊക്കെ കാണുന്ന ഒരാളെ പോലെ തോന്നിക്കുന്ന ഒരാളാണ് രാജേഷ്. ആൾക്ക് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ മാത്യു, റോഷൻ ഇവരുടെ ഗ്യാങ്ങില് ഒരു കുറച്ച് വയസ്സിന് മൂത്ത് നിൽക്കുന്ന, ഇവരെ ഏട്ടാന്നൊക്കെ വിളിക്കുന്ന, ഇവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെയുള്ള ഒരാളാണ്. അങ്ങനെ പ്രത്യേകിച്ച് ലൈഫിൽ ഒരു ഡിസിഷൻ അങ്ങനത്തെ ഒരു പോയിന്റ് ഒന്നും ഇല്ല, ഒരു ലക്ഷ്യബോധമൊന്നുമില്ല. അങ്ങോട്ട് പോകുന്നു. വാക്കുകളൊക്കെ മറന്നു പോകണം. എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന ആളെ അനുസരിച്ചിരിക്കും. അതെയോ? അങ്ങനെയുണ്ടല്ലേ? ആരിരുന്ന വാക്കുകൾ വരും. അങ്ങനെയൊന്നുമില്ല. പെൺകുട്ടികൾ ഇരുന്നാൽ ചിലപ്പോ വാക്കുകള് ബ്രേക്ക് ഇല്ലാതെ വരും അല്ലേ? എനിക്കറിയില്ല. ഓരോ സിനിമയ്ക്കും പല കഥാപാത്രങ്ങൾ. ഇപ്പം നമ്മൾ ലോകയാണെന്ന് കാണുമ്പോൾ ആ സിനിമയിലെ കഥാപാത്രം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാണ്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കഥാപാത്രം ഇത് ഈ സിനിമയുടെ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞ ഒരു ഓട്ടോറിക്ഷക്കാരനാണ്, ഇവരുടെ കൂടെ നടക്കുന്നതാണ്, ഇവർ ചേട്ടാന്ന് വിളിക്കുന്ന കഥാപാത്രമാണ്. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഇത് എനിക്കും കൂടെ പറ്റിയതാണ്, എനിക്ക് ചേർന്നതാണെന്ന് തോന്നാനുള്ള കാരണം ഉണ്ടാവുമല്ലോ. കാരണം എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. ഒരു പക്ഷേ സിനിമയിലൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ നാട്ടിൽ ഒരാളായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഒരു ജീവിതയാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീവിതയാത്ര ഉണ്ടാകുന്നല്ല. ഇപ്പം ഞാൻ ഒരുപക്ഷെ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ ഏകദേശം ഈ ഒരു ലൈനിലുള്ളവരാണ്. അതേപോലെ തന്നെ
നാട്ടിലത്തെ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ കഥ കേട്ടപ്പോഴും നമ്മുടെ ഒരു യാത്ര നമുക്ക് ഓർമ്മ വരുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ ആയനെ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് അഭിനയിക്കേണ്ടതായി വന്നില്ല. നമുക്കറിയാം ഇതാണ് അതെ അതെ. ജീവിതം ഇങ്ങനെയാണ് അല്ലേ. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ ജീവനിലേക്ക് എടുക്കുമ്പോഴാണ് ആ കഥാപാത്രം വിജയിക്കുന്നത്. ഏത് കഥാപാത്രം എടുത്താലും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഡയറക്റ്റിലേക്ക് നമുക്കൊന്ന് പോകാമല്ലേ. എത്ര മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? ഞങ്ങളൊരു 2:20 ഉണ്ടായിരുന്നു, 2 മണിക്കൂറിൽ പാക്ക് ചെയ്തു. അത് വലിയ അതാണ് ഒരു എഡിറ്റർ വന്നു കഴിയുമ്പോൾ ആ സിനിമയുടെ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട നമ്മളതാണ്. അപ്പോൾ ഒത്തിരി തൂക്കേണ്ട വരില്ല, നമുക്ക് മനസ്സിന് സന്തോഷം വരും അല്ലേ. ഒരു ഡയറക്ഷൻ എന്നുള്ള വലിയ സ്വപ്നമായിരുന്നു. ആദ്യം മുതലേ ആഗ്രഹം അതായിരുന്നു. സിനിമ അറിയുന്ന തൊട്ട് മുതലേ ആഗ്രഹം അതായിരുന്നു. പിന്നെ എങ്ങനെയോ എഡിറ്റിങ്ങിലോട്ട് എത്തി. അതൊരു വലിയ ബാക്ക് സ്റ്റോറി. അത് ഒരു ദിവസം മൊത്തം പറയേണ്ടി വരും നമുക്ക്. വലിയ സ്റ്റോറി. അപ്പോൾ ഞാൻ നാടൊറ്റപ്പാല. അപ്പോൾ എൻ്റെ ഒരു സിനിമ പാരമ്പര്യം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ മദ്രസയിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ മേലെപ്പറമ്പിൽ വീടും മറ്റേതും മറിച്ചൊക്കെ 4-5 സിനിമയുടെ ഷൂട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് എൻ്റെ ചെറുപ്പകാലമൊക്കെ. അപ്പോൾ അന്ന് മുതൽ സിനിമയിലോട്ട് കയറുക എന്നുള്ളതാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴും ഡയറക്ഷനിലോട്ടായി. അതിനൊരു എഡിറ്റിംഗ് ഞാൻ 10-35 സിനിമ ചെയ്തു. അപ്പോൾ അതൊക്കെ വലിയൊരു മുതൽക്കൂട്ടാണ്. ഈ എഡിറ്റിങ്ങും ഡയറക്ഷനുമായിട്ട് രണ്ടാണ് അല്ലേ. പക്ഷെ ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചോളം ഒരു എഡിറ്ററിന് ഡയറക്ടറാണ് എളുപ്പമായിരിക്കുന്നത് എനിക്കൊരു തോന്നലാണ്. കാരണം പല സിനിമകൾ കണ്ട് ഇതാണ് ആ സിനിമയ്ക്ക് വേണ്ട സീൻ നമ്മളാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ഡയറക്ഷനൊക്കെ വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ മനസ്സിൽ. ഇല്ല, എനിക്ക് പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടൊക്കെ ഇറക്കി നേരത്തെ പറഞ്ഞു. അപ്പോൾ ചിന്താമണി കൊലക്കേസാണ് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ. അപ്പോൾ അതൊക്കെ മാസ്റ്റർ ഷാജി കൈലാസ് എൻ്റെ റോൾ മോഡലാണ് ഷാജി സാറ്. അപ്പോൾ പിന്നെ കുറേ സിനിമ സ്പോട്ട് എഡിറ്റിംഗ് അസിസ്റ്റൻ്റായിട്ടും ഒക്കെ ആയിട്ട് സാറിൻ്റെ കൂടെ തന്നെ കുറേ. പിന്നെ ഡോൺ മാക്സ് ആണ് എൻ്റെ ആശാൻ. അപ്പം ഇതിൻ്റെ ഒരു ടെക്നിക്ക് ആക്ച്വലി ഞാൻ അതൊക്കെ കണ്ടുപഠിക്കുകയും മനസ്സിലാക്കുകയും, അല്ലെങ്കിൽ ഡയറക്ടർ അസിസ്റ്റൻ്റായിട്ട് കണ്ടു പരിചയമൊന്നുമില്ല. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഒരു ജോലിയായിരുന്നു സിനിമ. ഇപ്പോൾ ഡോൺ മാക്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ജോലി പോലെയായിരുന്നു. ഒരു മാസം 12 സിനിമ ചെയ്യുന്ന ഒരു സമയമാണ്. അത് ചെന്നൈയിലായിരുന്നു. അപ്പോൾ അതിന്ന് മാറി പിന്നെ റഹ്മാൻ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളർന്ന സൗഹൃദങ്ങളാണ് ഖാലിദ് റഹ്മാൻ, നിസാം ബഷീർ. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ജോലിയായിട്ട് ആണ് കൊണ്ടുപോയിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ ജില്ല എന്ന് പറഞ്ഞൊരു പടം കഴിഞ്ഞപ്പോൾ തമിഴിൽ ഡോൺ പറഞ്ഞു, എടാ ഞാൻ തൽക്കാലം എഡിറ്റിംഗ് നിർത്തുക, ഡയറക്ഷനിലോട്ടൊരു പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും എഡിറ്റിംഗ് നിർത്തിപ്പോയി, ദുബായി പോയി. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എഡിറ്റർ ആവണമെന്നോ ഇൻഡിപെൻഡന്റ് സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യമായിരുന്നു അത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ റഹ്മാൻ വിളിച്ചിട്ട് പറയാ സിനിമ തുടങ്ങാറായി വരുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ശരിയാണല്ലോ. അങ്ങനെയാണ് ദുബായിൽ നിന്ന് തിരിച്ചെത്തി. അതെ അതെ. പിന്നെ ദുബായിക്ക് അങ്ങനെ ഒരു പോകേണ്ട വന്നില്ല. ഇല്ല. ഇനിയിപ്പോ ദുബായിക്ക് പോകുന്നത് നമ്മൾ ഒരു ഡയറക്ടർ ചെയ്ത സിനിമയുടെ പ്രൊമോഷനാണ് പോകാൻ പോകുന്നത്. എല്ലാം അത് തീർച്ചയായിട്ടും അത് തന്നെ വലിയൊരു സന്തോഷമല്ലേ. അങ്ങനെ പോകാൻ എല്ലാം കഴിയട്ടെ. ഇതിന്റെ ഒരു 100-ാം ദിവസമൊക്കെ ദുബായിൽ ആഘോഷിക്കാൻ കഴിയട്ടെ. ഉറപ്പായിട്ടും. ഇവിടെ എല്ലാം ആഗ്രഹത്താണ്. ഓരോ സിനിമയ്ക്കും നമുക്ക് ഒരേ വിജയമാണല്ലോ. മറ്റിപ്പോ കുറെ ആയി നമ്മൾ ഇരുന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, നമ്മള് കഴിഞ്ഞ ഫെബ്രുവരിയില് ലാസ്റ്റ് ഇരുന്നത്. ഓക്കെ അല്ലേ. ഈ എനിക്ക് മാത്യുവിന് ആദ്യം ഇന്റർവ്യൂ എന്ന് തണ്ണീർമത്തനാണ്. അന്നൊന്നും സംസാരിക്കാതെ മാറി എസ്കേപ്പായി പോകുന്നു. പിന്നെ സംസാരത്തിലേക്ക് പ്രിയനായി മാറി. അതൊക്കെ ഒരു പ്രത്യേകത. സംസാരിക്കാണ്ട് മാറി പോകുന്ന മാറ്റമാണ് ജീവിതത്തിൽ എല്ലാവർക്കും മാറ്റമാണ്. പക്ഷെ ഈ ഒരു എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നി ഈ സിനിമയിൽ എന്തോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെയാണ്, എന്തോ ഒളിഞ്ഞു കിടപ്പുണ്ട്, നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. സിനിമ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒളിഞ്ഞു കിടക്കുന്ന കഥാപാത്രങ്ങൾ മാത്യുവെ കൊണ്ട് എത്രമാത്രം ഫലിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നോക്കുന്നത് ഡയറക്ടർ സാറ്റിസ്ഫൈഡ് അതാ ഞാൻ നോക്കുന്നുള്ളൂ. ഒക്കെ ഹാപ്പി ആണോ എന്നുള്ളത് മാത്രം എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള മെയിൻ കൺസേൺ. അല്ല, ഓഡിയൻസിന് ഡെഫിനറ്റ്ലി വർക്കാവണം. പക്ഷെ സെറ്റിൽ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഡയറക്ടർ ഹാപ്പി ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓരോ മലയാള സിനിമകളും പല പരാജയങ്ങൾ വരുന്നു, പല പരാജയങ്ങളും. മാത്യുവെ സംബന്ധിച്ച് ഓരോ സിനിമകൾ കഴിയും തോറും അത്രയൊരു ടെൻഷൻ ഉണ്ടാകും. ഞാൻ ചെയ്തു വെച്ച സിനിമ അതിനപ്പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേദന, അതിൻ്റെ ഒരു സങ്കടം. അതെങ്ങനെയാണ് മാത്യു ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കുന്നത്? ഇരുന്ന് പോയി കഴിഞ്ഞാൽ സങ്കടം ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ഇപ്പം എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ വിജയമാവണം എന്നതിനൊക്കെ ഉപരി കാണുന്ന എല്ലാവർക്കും എൻ്റർടൈൻഡ് ആവണം, നമ്മൾ ചെയ്യുന്ന സിനിമ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് ഒരു മെയിൻ ഗോൾ. അല്ലാണ്ട് ഇപ്പോൾ ഭയങ്കര അങ്ങനെ വലിയ ഹിറ്റ് ആവുക
സന്തോഷം, അത് ഭയങ്കര അധികം സന്തോഷം തരും. പക്ഷെ നമ്മുടെ ഒരു മെയിൻ ആഗ്രഹം എന്നുള്ളത് സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളത് മാത്രമാണ്. ഈ സിനിമയുടെ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരേ കഥാപാത്രം, എല്ലാവരും കഥാപാത്രം കേട്ട് കാണുമല്ലോ. മാത്യു ആണെങ്കിൽ നായകനായി വരിക, സുഹൃത്തുക്കളായിട്ട് മറ്റാളുകൾ. ആ സമയത്ത് തോന്നുന്ന ഇന്ന ആള് എൻ്റെ സുഹൃത്താകുമ്പോൾ അതെങ്ങനെ ഉണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു, ഏതെങ്കിലും സിനിമയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന ആർട്ടിസ്റ്റ് എന്നാണോ അതോ ക്യാരക്ടർ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പൊ ഇതില് ഞാൻ രാജേട്ടൻ, ഞാനും സഭയും റോഷനും, ഞങ്ങൾ 3 പേരാണ് മിക്ക സീനിലും ഒരുമിച്ചുള്ളത്. അപ്പോൾ ഞാൻ സഭയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള, റോഷൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ എനിക്ക് ഭയങ്കര രണ്ടുപേരും ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവരുടെ കൂടെ. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും പെട്ടെന്ന് ജെല്ലായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവരുടെ കൂടെ സീനൊക്കെ ചെയ്യുമ്പോൾ. നമ്മൾ ഭയങ്കര ഫ്രീയാണ്, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇക്കെ നമുക്ക് ആ സ്പേസ് തരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മീനാക്ഷി ആയാലും സിനിലിക്കായിട്ട് ആദ്യമായിട്ടാ, റോണിച്ചേട്ടനായിട്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ അബുക്കായിട്ട് മാത്രം വർക്ക് ചെയ്തിട്ടുള്ളൂ. അതർവൈസ് ബാക്കി എല്ലാവരുമായിട്ടും ആദ്യമായിട്ട് ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ക്രൂ ആണെങ്കിലും അതൊരു അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. മൊത്തത്തിൽ സന്തോഷത്തിലാണ് അല്ലേ? ഈ ഒരേ സിനിമ കഴിയുന്തോറും ചില സിനിമയിൽ വന്നിട്ട് പിന്നെ കാണാതെ പോകുന്നു, പിന്നെ എവിടെയെങ്കിലും ഒരു സിനിമയിൽ നല്ലൊരു സിനിമയുടെ ഭാഗമാകുന്നു, ഒരു ഗ്യാപ്പ് എടുത്തു വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചൂസ് ചെയ്തിട്ട് അത് ചൂസ് ചെയ്തിട്ടാണ് അവര് ചൂസ് ചെയ്തിട്ട്. ഞാൻ കൃത്യമായിട്ട് ചോദിച്ചത്. അപ്പൊ അവിടുത്തെ അവര് ചൂസ് ചെയ്തിട്ടാണ്. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, നമ്മൾ ഒത്തിരി സിനിമയ്ക്ക് നമ്മൾ ഇരുന്നിട്ടുണ്ട്, പല പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഓരോ സിനിമ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പിന്നീട് വേണ്ട എന്ന് ചിലവർക്ക് തോന്നുന്നത്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ബെറ്റർ ആയിട്ടുള്ള ചിലപ്പോൾ ആൾക്കാരുണ്ടാവും ഇല്ലേ? തീർച്ചയായിട്ടും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടാവില്ല, തേടി പോകാറില്ല. ഇല്ല, അതെന്നോട് പലരും പറയും ചോദിക്കണം. ശരിക്കും ചോദിച്ചങ്ങനെ ശീലമില്ല, വരുന്നത് ചെയ്യാന്നുള്ള. മാപ്പിച്ചി അങ്ങനെ തന്നെയായിരുന്നു. അതെ, അവർക്കൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ. മാപ്പിച്ച തേടി വരുമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു കാലഘട്ടം, ഇപ്പോഴത്തെ കാലഘട്ടം അതല്ലല്ലോ എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും പറയും. ഈ കാലഘട്ടം അങ്ങനെയല്ല, നമ്മൾ ചോദിക്കണം. സിനിമ ഒരു സിനിമ നടക്കുന്നുണ്ടെന്ന് വിളിക്കണം, അങ്ങനെ പറഞ്ഞു തരാറില്ലേ? ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യാത്തത്? എനിക്കത് സാധനം പരിപാടി ശീലമില്ല. വരും സാധനം വരും, അത് ചെയ്തു പോവുക എന്നുള്ളതാണ്. ഓരോ സിനിമകൾ കാണുമ്പോൾ ആ വേഷം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ല. എനിക്ക് വരുന്നതാണ് എൻ്റെ റോള്, ഇത്ര ഉള്ളൂ. അല്ലെങ്കിൽ ആ റോളോ അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് രാത്രി ഉറങ്ങുമ്പോ അത്ര ഉറക്കം കിട്ടാണ്ടാവുമ്പോഴൊക്കെയാണ് ഈ ചിന്ത. എന്നാലും ഞാൻ ചെയ്തിരുന്നെങ്കിൽ പൊളിച്ചില്ലെങ്കിൽ നമുക്ക് അറിയേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കാമല്ലോ, സ്വാഭാവികമാണ്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങൾ. അങ്ങനെ ചിന്തിക്കുകയൊന്നുമില്ല. നമ്മളെ പോലെ കൂളായിട്ട് അങ്ങനെ നേരെ പോകുന്നുള്ളൊരു ഇതാണ്. സിനിമ ഉണ്ടാകുമ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഒരു അപ്ഡേഷൻ എന്തിനാണ് കൂടുതൽ കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നു ഫോണിനാണ്. കിട്ടിയപ്പോൾ സന്തോഷം കണ്ടോ? ഒന്നുകൂടെ ചിരിക്കുന്നത് ഫോണിൽ തന്നെയാണ്. ഫോണിലല്ല അപ്ഡേഷൻ, ജീവിതത്തിലോ? അത് ഓട്ടോമാറ്റിക്കലി വന്നോണ്ടേ ഇരിക്കുമല്ലോ. അത് ഈ പറഞ്ഞ പോലെ വൈഫൈ ഓൺ ആക്കി വെക്കണമെങ്കിൽ നമ്മുടെ തല ഓൺ ആക്കി വെക്കുക, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയിക്കോളും. ഓരോ കഥകൾ കേൾക്കുമ്പോൾ വേണ്ട എന്ന് വെച്ച കഥകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം പോലെ സിനിമകൾ ചെയ്യുമായിരുന്നു. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കി വിടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പടത്തിന് പിന്നോട്ട് പോകുന്നതെന്നും നമുക്ക് വിശ്വസിക്കാം. അതിൽ ഇപ്പം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ സിനിമയിൽ നോക്കാം, എന്തോരം പടങ്ങളെ ഹിറ്റ് വന്നേക്കുന്നു, എത്ര എണ്ണം സാധനം തിയേറ്ററിൽ വന്നു പോയി. ഇങ്ങനെ ഒരു പടം ഇറങ്ങിയെന്ന് വരെ നമ്മൾ ചോദിച്ചു. തിയേറ്ററിൽ വരാത്തതുകൊണ്ട് ഉണ്ട്, അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ടീം സംഭവം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും ചെയ്താൽ നല്ലതായിരിക്കും, നാലാൾ അറിയും, നാലാൾ തിയേറ്ററിൽ കയറും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ട്. പിന്നെ ചിലർ പടം ഇറങ്ങുമ്പോൾ ഇത് OTT വന്നിട്ട് കാണാനില്ല എന്നുള്ളൊരു സീനുണ്ടോ. പക്ഷെ ഇതല്ല, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്.
കാരണം ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ വിഷ്വൽ ട്രീറ്റ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സോങ്സ് ഒക്കെ, വേടനൊക്കെ ഇതിനകത്തൊരു സാധനം. ഞാനൊക്കെ വേടനൊക്കെ ആദ്യമായിട്ടാണ് മിനിഞ്ഞാന്ന് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അത്രയും വലിയൊരു കലാകാരൻ, പുള്ളിയുടെയൊക്കെ വോയിസ് അത് തിയേറ്ററിൽ കേൾക്കുക, അതിൽ തിയേറ്ററിൽ സ്ക്രീനിൽ ഞാനൊക്കെ വേടം പാടുമ്പേ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊക്കെ തിയേറ്ററിൽ സാധനം കിടന്ന് ഉടനെയാണ് ആ ഒരു ദിൽ മൂഡിലൊക്കെ നമുക്കൊക്കെ പാട്ട് കേട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളൂ പുള്ളിയുടെ. അതുപോലെ ഗബ്രി നല്ലൊരു പാട്ട് പരിപാടികളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ക്രീനിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങളൊക്കെ വന്ന് നിൽക്കുക, അത് വലിയ ഭാഗ്യമല്ലേ. അപ്പം അങ്ങനത്തെ ഒക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചൂസ് ചെയ്ത് നമ്മൾ പോണേ. സെലക്ഷൻ എപ്പോഴും നല്ലതാണ്, അങ്ങനെ മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ചില സിനിമകൾ നമുക്ക് നഷ്ടപ്പെടുന്നതോ നഷ്ടപ്പെടാതിരിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് അതല്ല, അത് ഇപ്പം പുതിയ ട്രെൻഡ് പല ഡ്രസ്സുകൾ ഇറങ്ങും. ഇപ്പം വലിയ ഇത്രയുള്ള ടീഷർട്ട് ഞാൻ ഇട്ട നല്ല ബോറായിരിക്കും, മനസ്സിലായില്ല. അപ്പം നമുക്ക് പാകമാവുന്ന കോസ്റ്റ്യൂം ഇട്ടിട്ട് നടക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോട്ടെ, അതാണ് നല്ലത്. എപ്പോഴും അങ്ങനെ മുന്നോട്ട് വേണം. പക്ഷെ അപ്ഡേഷൻ ഫോണിൽ തന്നെയാണ്. അതെ, ഉണ്ടായിരിക്കണേ അപ്ഡേഷൻ ഫോണിൽ ഉറങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ തന്നെയാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? പൈസ മുടക്കുന്നു, അഭിനയിക്കുന്നു, പൈസയോടൊപ്പം അഭിനയം. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ ഒഴിവാക്കുക, അതിൻ്റെ പൈസ നമുക്ക് എടുക്കാം, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നോ? അല്ല, ഈ സിനിമ എനിക്ക് നൗഫല് ഒരു റോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പടം പിച്ച് ചെയ്യണത്. പടം കഴിഞ്ഞപ്പോൾ റോളില്ല. അപ്പോൾ ഡേയ്സ് കുറച്ച് കൂടിയപ്പോഴാ ഞാൻ പറഞ്ഞു ഡേയ്സ് ഒന്ന് ചുരുക്കണം. ഡേയ്സ് ചുരുക്കാല്ല, ആദ്യം എൻ്റെ സീനാണ്. ഓക്കെ, അപ്പോൾ ജോക്സ് അപ്പാർട്ട്, എന്താ പറയുക, നൗഫലും ജ്യോതിഷും സുനും ഒക്കെ കഥയായിട്ട് വരികയും അഗെയിൻ ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വന്നിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ നീലവെളിച്ചം, അഞ്ചക്കള്ള കോക്കാൻ, ഹലോ മമ്മി, ഇപ്പോൾ നൈറ്റ് റൈഡേഴ്സ്, ഇതിനകത്തൊക്കെ ഒരു ഹൊറർ എലമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ പരിപാടിയോ നമ്മൾ മനഃപൂർവ്വം ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇറങ്ങി ചേർന്ന് പോകുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉള്ള, ഒന്നും പുഷ് ചെയ്യാതെ ആ കഥയിൽ കൂടി തന്നെ അങ്ങനെ എന്താ പറയുക, റൊമാൻസ് ഉണ്ട്, നമ്മുടെ ഹൊറർ ഉണ്ട്, ഒരു മിസ്റ്ററി ഉണ്ട്, ഒരു ത്രില്ലിങ് എലമെൻ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു കഥ വട്ടത്തിൽ വരുമ്പോൾ അത് ഇത്രയും കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ടെക്നീഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ പടം നമുക്ക് ചെയ്യാൻ കിട്ടുമ്പോൾ അത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയും നമ്മൾ ചെയ്യുകയും ചെയ്തു. ബാക്കിയൊക്കെ പ്രഷർ കയ്യിലായിരിക്കുന്നത്. പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോൾ നേരത്തെ പരിചയമുണ്ട്, ആ പരിചയത്തിൻ്റെ പുറത്താണ് ഒരു കഥ കേൾക്കുന്നത്, നമ്മൾ കൈ കൊടുക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ട് അല്ലേ? എത്രയോ പടങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്തതാണ്. അതിലൊരു വിശ്വാസങ്ങൾ കൂടിയായിരുന്നു. ഇതിന് ഭയങ്കരമായിട്ട് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പടം തുടങ്ങുമ്പോൾ ഞാനില്ല. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ പടം തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്യും. പിന്നീട് അതൊരു കാരണവശാൽ അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നത് ഈ പടം ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യാനുണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത് നൗഫൽ എന്ന് പറയുന്ന ടെക്നീഷ്യൻ തന്നെയാണ്. അദ്ദേഹം സുഡാനി തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ടുണ്ടായിട്ടുള്ള ജേണി, ഞാൻ മനസ്സിലാക്കിയ സിനിമയിൽ ഒരു ഡയറക്ടറെ പോലെ തന്നെ ഭയങ്കര പ്രാധാന്യമുള്ള ഒരാളാണ് എഡിറ്റർ. എഡിറ്റിംഗ് ടേബിളിൽ സിനിമ വേറെ ആകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം എഡിറ്റിംഗ് സ്കില്ലുള്ള ഒരാൾ ഇത്തരം ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലൊരു മാജിക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ തന്നെയല്ലേ ആ ഒരു വിശ്വാസം തന്നെയാണ്. ഓരോ കഥാപാത്രവും മാറ്റി ചെയ്ത പല കഥാപാത്രങ്ങളും പിന്നീട് തമിഴിലേക്ക് പോയി, തമിഴിൽ സൂപ്പർ കയ്യടി വാങ്ങി തിരിച്ചു വരുന്നു, വീണ്ടും മലയാളത്തിലേക്ക് വരുന്നു. തമിഴ്നാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് കുറേ ദിവസങ്ങൾ നഷ്ടപ്പെടും അല്ലേ? നമുക്ക് മലയാളത്തിലാണെങ്കിൽ പെട്ടെന്ന് ഇരുന്ന സിനിമകൾ തമിഴ് ഒത്തിരി മാസങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് മലയാള സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇല്ല ഇല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അല്ല അങ്ങനൊന്നും എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് അല്ല അങ്ങനെ ഇടയ്ക്കൊന്നും വന്ന് പോയിട്ടില്ല. മലയാളം തന്നെയല്ല എപ്പോഴും ഒരു താല്പര്യം? ഉറപ്പായിട്ടും 100%. എങ്കിലും മാത്യുവിന് വേണ്ടത്ര സിനിമകൾ കിട്ടാതെ പോയെന്ന് തോന്നിയിട്ടുണ്ടോ മാത്യു? ഇല്ല ഇല്ല ഇല്ല, നമ്മൾ കാണുന്ന ചില സിനിമകൾ, നമ്മൾ എനിക്കൊക്കെ സ്വയം കാണുമ്പോൾ ചില സിനിമകൾ ഇത് മാത്യു ആയിരുന്നു എന്ന് ചിന്തിക്കും. ഒരു മിനിറ്റ്, മാത്യു ആണ് അത് മാത്യുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ? ഇല്ല, എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. ആലോചിക്കുക. അല്ല ഏതാ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അല്ല ഞാൻ പറയട്ടെ, സിനിലൊക്കെ പറഞ്ഞ പോലെ
എനിക്കത് ഭയങ്കരമായിട്ട് കറക്റ്റാന്ന് തോന്നി. നമുക്കുള്ളത് നമുക്ക് വരും. തീർച്ചയായിട്ടും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്താ ഇതൊക്കെ അല്ല അല്ല ഞാനേ ഞാൻ എനിക്കൊരു സിനിമ എനിക്ക് കിട്ടിയിട്ടില്ല, ദൈവസത്തെ എനിക്ക് കഥ പറ, ഞാൻ പറയാം. പറഞ്ഞത് നെയ്ഫലിന് മനസ്സിലായി കാണും ചിലപ്പോൾ ആ സിനിമ. നെയ്ഫലിന് ചിലപ്പോൾ മനസ്സിലായി കാണും. നെയ്ഫലിന്റെ ടേബിളിൽ ആ പടം വന്നിട്ടുണ്ട്, ബാഹുബലി. നെയ്ഫലിന്റെ ടേബിളിൽ ആ സിനിമ വന്നിട്ടുണ്ട്. അല്ല എനിക്കൊന്ന് ആലോചിച്ചു. അത് ഏത് ഇയറാണെന്ന് ഓർക്കുന്നുണ്ടോ? പുതിയതാ? അല്ല, പുതിയ ആളുകളിൽ പെട്ടാണ് അത്. ആ സമയത്ത് തമിഴ് ചെയ്യുന്നുണ്ട്. തമിഴ് ചെയ്യുന്ന സമയത്താണ് ആ സിനിമയുടെ. തുടരുവാണോ? ഏയ് തുടരുമല്ല, തുടർന്ന് വിളിച്ചായിരുന്നു. എനിക്ക് ആ സമയത്ത് ബ്രോമാൻസ് നടക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റാണ്ടിരുന്നു. ആ സിനിമ പോയത് മറ്റേ സിനിമ ചെയ്തുകൊണ്ടായിരുന്നു പോയതല്ലേ? അതെ. അതങ്ങനെ എനിക്കൊരു നഷ്ടം എന്ന് എനിക്ക് അങ്ങനെ ഡെഫിനറ്റ്ലി ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് വേറെ എന്തെങ്കിലും വരുമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതില്ല. ഒന്നിനും നമ്മൾ ദുഃഖിതനല്ല, എന്നാൽ നമ്മൾ അങ്ങനെയല്ല, ദുഃഖിതനാണ്. വിഷമിച്ചിട്ടും കാര്യമില്ല. അത് വളരെ പ്രാക്ടിക്കൽ. ഞാനൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അവരുടെ അടുത്ത്, ചേട്ടാ ഞാനത് പോയി തീർത്തിട്ട്. അതൊരു വലിയ സിനിമയാണ്. അപ്പം ഞാൻ അവർക്ക് കമ്മിറ്റ്മെന്റ് അവരുടെ ഒപ്പം ഉണ്ടാവണം. ഇവിടെ ഞാൻ കമ്മിറ്റ്മെന്റ് കൊടുത്തപ്പോൾ ഞാൻ ഇവിടെ ഒപ്പം രണ്ടും കൂടെ തുഴയാൻ പറ്റില്ലല്ലോ, പോവില്ലേ. അപ്പോ നമുക്ക് ഹൈദരാലിക്കയുടെ വിഷമം കാണുമ്പോൾ എന്നാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ദുഃഖം പല നമ്മൾ പിടിക്കും. വേറെ പല കാര്യങ്ങളും ദുഃഖമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. അല്ല, അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു സംഭവം തന്നെയാണ്. എൻ്റെ ചോദ്യം ഇപ്പോഴും ഒരു കൃത്യമായിരുന്നു. എനിക്ക് മാത്യു കുറേ സിനിമകൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഞാൻ അന്ന് തൊട്ട് ആഗ്രഹിക്കുന്നുണ്ട് കിട്ടുന്നത്. പക്ഷെ മാത്യു ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം പല രീതിക്കുള്ള കഥാപാത്രം ചെയ്തു. അതില് നമുക്ക് ഇതിലൊരു തീരുമാനമാക്കാം ഈ പടത്തില്. പോരെ, തീരുമാനമാക്കാം. അത് വേണം. അത് അല്ല, അതിപ്പോ എൻ്റെ മാത്രം എഫേർട്ടല്ല. ഫുൾ ക്രെഡിറ്റ്സ് ടു നോഫ്ലിക്ക, റോണക് ചേട്ടൻ, മെൽവിജ്, പിന്നെ അഭിചേട്ടൻ പ്രസന്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എന്നെ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും ചെയ്തിട്ടില്ല എന്നല്ല, ഇതുവരെ ചെയ്തതിന് എവിഡൻ്റ്ലി എന്നെ മാറ്റണം എന്ന് ഇവർ കോൺഷ്യസ് ആയിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ടുമുണ്ട്. അപ്പോൾ ക്രെഡിറ്റ്സ് ടു ദ ഹോൾ ടെക്നിക്കൽ ക്രൂ. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അതിന്. താങ്ക് യു. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട് അതിനകത്ത്. നമ്മൾ കാണുന്ന മാത്യു അല്ല അതിനകത്ത്. അതാ മാത്യു നമുക്ക് വളരെ ചെറിയൊരു കുട്ടിയായിട്ട് നമ്മളെടുത്ത് വന്നു. നമ്മൾ ഒരുപാട് കാലമായിട്ട് മാത്യുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്യു നമ്മുടെ കൂടെ വളർന്നുകൊണ്ടിരിക്കുന്നു. അഡോളസൻസ് കഴിഞ്ഞു, അത് യൗവനത്തിലോട്ട് എത്തിയപ്പോൾ ഒരു നല്ല തികഞ്ഞ യുവാവായിട്ട് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. ഇതിനെ നിങ്ങൾ സ്വീകരിച്ചാലും തീർച്ചയായിട്ടും പറയാനുള്ളൂ. അതിലേക്ക് തന്നെയാണ് എത്തിയതും. പക്ഷെ എനിക്കത് ഞാൻ പറയാം, ഞാൻ കണ്ട മാത്യുവിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വേണം. എനിക്ക് ഞാൻ കണ്ട സിനിമകളിൽ നിന്ന് മാത്യുവിന് ഒത്തിരി വ്യത്യാസം വേണം. പഠിച്ചു തന്നെയല്ലേ ഉള്ളൂ. ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്ന 5-6 വർഷമായി കുമ്പളങ്ങി ഇറങ്ങിയിട്ട്. പഠിക്കുന്നത് ഞാൻ അങ്ങനെ പെട്ടെന്നെല്ലാം പഠിക്കുന്ന ഒരാളല്ല, പതുക്കെയാണ് പഠിക്കുന്നത്. അപ്പോ തെളിഞ്ഞൊരു നടനാണ്. തെളിഞ്ഞ നടനൊന്നുമല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ അല്ല, മാത്യു ഇപ്പൊ ഈ പടം കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രാഫ്റ്റിനെ പഠിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ പ്രാഗിൽ പോയിട്ട് പുള്ളി അതായത് പഠനം നടത്തുന്നുണ്ട്. അതായത് ഫിലിം മേക്കിംഗ് ആണ് പഠിക്കുന്നത്, അഭിനയം പഠിക്കാനല്ല പോണത്. അപ്പോൾ ഇത് ഈ പരിപാടി ആസ് എ ഹോൾ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ അതിൻ്റെ ഒരു റൈറ്റ് ആയ എഫേർട്ട് എന്ന് പറയുന്നത്. 100%. പിന്നെ അത് പഠിച്ച് പുള്ളി പണിക്കരാവും അല്ലേ? പണിക്കര ഏത് പണിക്കര അല്ല, കറക്റ്റായിട്ട് മുന്നോട്ട് പോട്ടെ. യാത്രകൾ എപ്പോഴും നല്ല രീതിക്കുള്ള യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കൊക്കെ ഇഷ്ടം. ഇപ്പോൾ ഇത് ഇവിടെ തന്നെ ഒരു മാറ്റി ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പ്രഷർ എത്രമാത്രം എൻജോയ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. ആ സിനിമ കാണുമ്പോൾ നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ എടുക്കുമ്പോഴും പുള്ളിക്ക് പറയാൻ പറ്റില്ല, കഥാപാത്രത്തെ കുറിച്ച് പറയാൻ പറ്റില്ല. കല്യാണി പറഞ്ഞു ഇത് വേറെ ഒരാളായി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. സബ് ആക്ച്വലി എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയിലും ഓരോ സിഗ്നേച്ചറുള്ള ആളാണ്. തലവരെയും ലോകയും ഒരുമിച്ച് ഇറങ്ങിയത്. തലവരയിലും ഓപ്പോസിറ്റ് ലോകയാണ്. ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു ഭയങ്കര ഇമോഷണൽ ട്രാവലുള്ള ഒരു ക്യാരക്ടറാണ് സഭ ചെയ്തത്. സഭയുടെ ഒരു പരിപാടിയുണ്ട്. ശരിയല്ലല്ലോ, എക്സ്പ്രഷൻ നിങ്ങള് പ്രേമത്തിലാണ് ഭയങ്കര ഐക്കോണ്ടാക്ട്.
അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേട്ടോ, മാറി മാറി ചെയ്ത കഥാപാത്രങ്ങളിൽ വന്നിട്ട് ആ ഒരു കഥാപാത്രം മാത്രം പിച്ച് ചെയ്യുന്നില്ല. അതെ, അതിൽ തന്നെയാണ് നമുക്ക് ഇതില് ഭയങ്കര വേറൊരു പരിപാടിയാണ് സഭയുടെ. ഭയങ്കര അടിപൊളിയാണ് സഭയിൽ. എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. കാരണം അത് ഇവരും കൂടെ എടുത്തൊരു തീരുമാനമാണ്. എല്ലാവരും ഇപ്പോൾ സിംഗിലിറ്റിയാണ്. എല്ലാവരും ഇപ്പോൾ ഒരു സീനുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും അവർ യൂണീക്കായിട്ട് നിൽക്കണം. നേരത്തെ ചെയ്ത സിനിമകൾ പോലെ ആവരുത്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള നൗഫലിക്കയുടെ വിഷനും അതിന് സപ്പോർട്ട് ചെയ്തിട്ട് മെൽവി ചേതൻ കോസ്റ്റ്യൂം ചെയ്യുന്നു, റോണക് ചേട്ടൻ ലുക്കുകൾ സെറ്റ് ചെയ്യുന്നു. ഇപ്പൊ റോണി ചേട്ടനായാലും അബൂക്കയാലും അബൂക്ക മുടി എടുത്തു. അബൂക്ക വേറെ ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല അബൂക്കയ്ക്ക്. മുടി എടുത്തു. വേറെ പടത്തിന് 2 ദിവസം ഇടക്കാരെങ്കിലും വന്നിട്ടേ 2 ദിവസം മറ്റേ പടത്തിന് പോണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവരുത്. എല്ലാവർക്കും മാറ്റി കൊടുത്തു. ഇവിടെ തന്നെ നിന്നോളാം. ലോക്കാണ്, ലോക്കിട്ടു അല്ലേ? ഈ ലോകം കണ്ട അതിന് മുമ്പായിരുന്നു ഇത് ഷൂട്ടിങ്. ഇത് എപ്പോഴായിരുന്നു ഷൂട്ടിങ്? ഈ ലോക്കില് ഞാനും ഉൾപ്പെടേണ്ടതായിരുന്നു. പക്ഷെ രണ്ടോടെയും റോണക് ചേട്ടനായതുകൊണ്ട് എന്നെ നൈസായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇവിടുത്തെ ഇടയിൽ നിന്ന് എനിക്ക് ലോകയില് പോകേണ്ടി അത് ഊര ഇടുക എന്നുള്ള പോലെ ആയിരുന്നു. മഞ്ഞപ്പൊടി ഇടണ്ടേ? പിന്നെ മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ ഇടണം എന്നൊക്കെ ആദ്യം പറഞ്ഞില്ല. നമ്മൾ ഒരാഴ്ചയിൽ കുത്തിയ സമയത്ത് കുറച്ച് ദിവസം അതങ്ങനെ ചെയ്തെന്നുണ്ടെങ്കിലും പിന്നെ അത് ചെയ്യാറുണ്ടായിരുന്നു. ശീലമായി. എന്ത് കുത്തല്? ഇത് ഇവിടെ വരുന്ന സമയത്ത് ഊരി വെക്കണം എന്തായാലും. എന്നിട്ട് ചിലപ്പം തുളസിയുടെ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. ഒരു പിയർസിംഗ് ഒക്കെ ചെയ്യും തുളസിയുടെ. ഈ ഓരോ സിനിമക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ആദ്യം വന്ന സിനിമകൾ ഇപ്പോഴും ആ പേരിൽ അറിയപ്പെടുന്നു. വീണ്ടും ഓരോ സിനിമ കഴിയുമ്പോൾ ആ പേരുകളിൽ നിന്ന് മാറാൻ പറ്റാതെ ആ അന്ന് ചെയ്ത കഥാപാത്രത്തിലാണല്ലോ പ്രിയം എപ്പോഴും എല്ലാവർക്കും ഉള്ളത്. ഇപ്പം ഏതിലേക്കാണ്, ഏത് കഥാപാത്രമാണ് പ്രിയം? അല്ലേ, എല്ലാത്തിലും ഉണ്ട്. ഓഡിയൻസിനെ അനുസരിച്ചിരിക്കുന്നു. അപ്പം ലോകം ഇറങ്ങുന്നത് വരെ ചില നാട്ടും പുറത്ത് രണ്ടെണ്ണം അടിക്കുന്ന ടീംസൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ റോഡ് എറിഞ്ഞു പൊട്ടിച്ച പയ്യൻ അങ്ങനെയായിരുന്നു. വീട്ടമ്മമാർക്ക് അതിനൊപ്പം നടന്നില്ലേ? വീട്ടമ്മമാർക്ക് കൂടുതൽ പരിചയം മറ്റേ ജയയുടെ അടിമേടിച്ച ആളായിട്ടാണ്. പിന്നെ നമ്മൾ പയ്യന്മാര് ഇതൊക്കെ കൂടുതലും ആൾക്കാർ പറയുന്നത് സജിയേട്ട എന്നുള്ള പരിപാടി തന്നെയായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുത്തൻ കാർന്ന് ഇപ്പൊ ഒന്നും വിളിക്കുന്നില്ല. അങ്ങനെ അല്ല, മാറി വരുന്നതാണല്ലോ. അങ്ങനെ മാറുന്ന ഒരു രസമാണല്ലോ നമുക്ക്. ഓരോ കഥാപാത്രങ്ങൾ പറഞ്ഞു ഓരോരുത്തർക്കും അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണ് ആളുകൾ വിളിക്കുന്നത്? എന്നെ വിളിക്കുന്നു ഒരു സിനിമ കണ്ടിട്ട് കഥാപാത്രങ്ങൾ വെച്ച് പേര് വെച്ച് വിളിക്കാറുണ്ട്. എന്നെ പറവ ഇറങ്ങി കഴിഞ്ഞപ്പോ ഷർഫ് ഒന്ന് കടയിൽ ഇരുന്നിട്ട് പോണ അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. റേഷൻ ഒന്നും ഇരുന്നിട്ട് പോകാൻ വേണ്ടി ജാഫർക്ക് വിളിക്കുന്ന സീൻ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടി. പക്ഷെ അതിന് ശേഷം കിട്ടാൻ പോകുന്നതായിരിക്കും ചിലപ്പോൾ ഈ സിനിമ. അതെനിക്കൊരു ആ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. ഈ സിനിമയുടെ എല്ലാവരും ലുക്കുകൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ലുക്കിൽ കോസ്റ്റ്യൂമിലാണ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. കാലഘട്ടം വേറെയാണോ? അങ്ങനെ ഇന്ന കാലഘട്ടത്തിൽ പറയുന്ന സിനിമയാണെന്ന് നമ്മൾ എവിടെയും പറയണ്ട. ഇതെന്താന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫിക്ഷണൽ ഒരു പരിപാടിയാണ് മൊത്തത്തിൽ. ഇപ്പം നമ്മൾ എല്ലാവരോടും പറയുന്ന പോലെ ചെറുപ്പത്തിലോ കേട്ട് വളരുന്ന നമ്മുടെ കഥകളുണ്ടല്ലോ, പേടിപ്പിക്കുന്ന കഥകൾ, മുത്തശ്ശി കഥകൾ, അതിനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനൊരു കോർ പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളാണല്ലോ, സ്ഥിരം കാണുന്ന ഫേസസ് ആണ് ഇവരൊക്കെ. അപ്പോൾ ഇവരെ നമ്മൾ ആ വേൾഡിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ അതിനനുസരിച്ച് ഇവരെ സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. ആരും കാണാത്ത പോലെ ഇവരെ കാണണം, കാണാത്ത സ്ഥലങ്ങളിൽ കാണാത്ത സ്ഥലങ്ങളായിരിക്കണം ലൊക്കേഷൻസ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ നിർബന്ധങ്ങളൊക്കെയാണ് അങ്ങനെ സെറ്റ് ചെയ്യണം. ആ വേൾഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ലൊക്കേഷനാണെങ്കിലും കരടിമട എന്ന് പറഞ്ഞ കോയമ്പത്തൂരുള്ളൊരു സ്ഥലത്താണ്. പിന്നെ പാലക്കാട് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ സ്ഥലങ്ങളിലൊക്കെയാണ് ഭൂരിഭാഗം ലൊക്കേഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതിന് മൊത്തത്തിലൊരു വേൾഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ സ്പോട്ട് എഡിറ്ററായിട്ട് പോയിട്ടുണ്ട്, പിന്നെ എഡിറ്റർ ടേബിളിലേക്ക് വരുന്നു, ഡയറക്ഷനിലേക്ക് വരുന്നു. ഒരു സ്പോട്ട് എഡിറ്റർ ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത് അദ്ദേഹമായിരിക്കും. എഡിറ്ററിനും അപ്പുറത്തേക്ക് കാണുന്നത് അദ്ദേഹമായിരിക്കും. ഓരോ സീൻ കട്ട് ചെയ്തിട്ട് മ്യൂസിക് ഇട്ട് കൊടുത്ത് പോകുന്ന വരും. ആ സമയത്ത് നമ്മളായിരിക്കും ഓർത്തിരിക്കുക, കണ്ടിന്യൂറ്റി കൂടുതലും നമ്മുടെ മനസ്സിലായിരിക്കും കിടക്കുക. അങ്ങനെ എവിടെയെങ്കിലും ഒരു പാളിച്ച അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് അങ്ങനെ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലോ അതോ എഡിറ്റിംഗ് ജീവിതത്തിൽ? പിന്നെ ഉറപ്പായിട്ടും നമ്മള് ഇപ്പോ ഒരു ഡയറക്ടർ ഷൂട്ട് ചെയ്ത് വരുന്നു, സിനിമ നമ്മുടെ കയ്യിൽ എഡിറ്റ് ചെയ്യാൻ വരുന്നു. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അവര് സത്യം പറഞ്ഞാൽ യൂസ്ഡ് ആയിട്ടേ മറ്റേ ഔട്ടായിട്ടുണ്ടാവും, അതായത് ഒരു ജഡ്ജ്മെന്റ് ഒക്കെ പോയിട്ടുണ്ടാവും. ഫ്രഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ അത് വേറെ രീതിയിൽ അതൊരു വേർഷൻ ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഡൗട്ടാവും, അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല പേരുകൾ പറയില്ല, പല ഡയറക്ടേഴ്സായിട്ടും വിഷയങ്ങളും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉറപ്പായിട്ടുണ്ടാവും. അത് ഞാൻ പറയണത് ശരിയെന്നുള്ളതുകൊണ്ടല്ല, അത് ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞ് മനസ്സിലാക്കും. ജഡ്ജ്മെന്റ് പോയത് കാരണം ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, ഇതാണ് നല്ലതെന്ന്. അങ്ങനെ നിർബന്ധപൂർവ്വം പല സിനിമകളും ചെയ്തിട്ടുണ്ട്, അല്ലാതെ ചെയ്തിട്ടുണ്ട്. അല്ലെ, ഒരു എഡിറ്ററിന്റെ കയ്യിലാണല്ലോ. അതെ അതെ, പിന്നെ 100%. ഒരു സിനിമ എന്നുള്ള എഡിറ്ററിന്റെ കയ്യിലേക്ക് ഇരിക്കുക, ഡയറക്ടർ ചെയ്തുകൊണ്ട് ഇത്രയും ഫുട്ടേജ് വന്നിട്ട് അതിൽ നിന്നും ട്രിം ചെയ്ത് വരുമ്പോ തന്നെ. അപ്പൊ നമ്മുടെ ഒരു സിനിമയ്ക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 2.5 മണിക്കൂർ ഷൂട്ട് ചെയ്ത് 2:20 ആക്കി, അത്രയും സമയം ട്രിം ചെയ്തപ്പോ മനസ്സിലൊരു വേദന ഉണ്ടായോ? ഇല്ല, അങ്ങനെ ട്രിം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 സീനൊക്കെ കളഞ്ഞിട്ടുള്ളൂ, നമ്മള് ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ 2:20 ചോപ്പ് ചെയ്ത് 2 ആയതല്ല, അത് കളഞ്ഞിട്ടല്ല. കാരണം കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കാൽക്കുലേഷൻ എന്താന്ന് വെച്ചാൽ ഒരു ദിവസം ഇങ്ങനെ പോലും 7 ലക്ഷം 8 ലക്ഷം രൂപ ഇപ്പത്തെ മിനിമം ചെലവ്. അപ്പൊ അതിനനുസരിച്ചൊരു എന്താ പറയാ, കളയാൻ വേണ്ടി ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഇതാട്ടോ ചില സിനിമകളുടെ ഷൂട്ടിങ് 126 ദിവസം 150 ദിവസം ഷൂട്ട് ചെയ്തിട്ട് 2.25 മണിക്കൂറിലേക്ക് വരുമ്പോൾ അവരുടെ ഈ പൈസയുടെ കാര്യം പോലെ അവരുടെ ഫണ്ട് പോകുന്നത്, അത് ചിന്തിക്കാനുള്ള മനസ്സ് ഇപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഡയറക്ഷനിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അല്ല, എന്താണെന്ന് പറയാം, നമ്മള് കാണുന്ന ആളുകളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണല്ലോ. ഇതിന്റെ പിന്നാമ്പുറത്തെ കഥകൾ ആർക്കും അറിയണ്ട. അപ്പം നമ്മളൊരു ഷോർട്ടിന് വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്താൽ മതി. അപ്പം ഭയങ്കര സിമ്പിളാ, കാര്യങ്ങൾ ഈസിയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ ആവും, എന്താണ് ചെയ്യണത് ചിലപ്പോൾ അറിയാനോ പറ്റില്ല, കൺവിൻസ് ചെയ്യാനും പറ്റില്ല. ഞാൻ അങ്ങനെ ഡയറക്ടറുടെ ഭാഷ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് ആ പ്രോസസ്സ്, ഞാൻ എൻജോയ് ചെയ്തിട്ട് ചെയ്ത പരിപാടിയാണ്. പ്രൊഡ്യൂസറിനായിട്ട് എടുത്തിരിക്കണം. അതായത് ഞാൻ പറയും, നൗഫല് ആബ്സല്യൂട്ട്ലി ഒരു പ്രൊഡ്യൂസർ ഡയറക്ടറാണ്. അതായത് ഈ ദിവസങ്ങളെ കൃത്യമായിട്ട് ഓവർ ബജറ്റ് ആവാതെ നമ്മൾ എത്ര ദിവസത്തേക്കാണോ ചാർട്ട് ചെയ്തത് ആ ചാർട്ടിനകത്ത് തീർക്കുകയും, ഒരു ദിവസം നമ്മൾ ഇത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം എത്ര സീൻസാണോ പോസിബിൾ അത് മൊത്തം എടുക്കുകയും അതിൽ നിന്ന് തൂക്കിക്കളയാനുള്ളത് ഇല്ലാതെ എടുക്കുക. അതിന് നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ക്രൂഷ്യൽ സീനിനകത്ത് ഒരു എന്താ പറയുക, ജിബ് ഷോട്ട് വരുമ്പോൾ ജിബ് ഇനീഷ്യലി ഷെയ്ക്കായി. അപ്പോൾ ആ സീൻ നമ്മൾ കാണുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത സിനിമകളിൽ ഒബ്വിയസ്ലി ആ ക്യാമറമാനോട് പറയും, അത് പിന്നീട് 2-3 തവണ വീണ്ടും പോവുകയാണ് ചെയ്യുക. ഇൻസ്റ്റന്റ് പുള്ളി അത് നോക്കി എന്നിട്ട് പറഞ്ഞു, അല്ല ഇവിടനെ പോവുള്ളൂ, ഇനി വേണ്ട. അപ്പോൾ ആ ജഡ്ജ്മെന്റ് അവിടെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സമയവും പണവും എഫേർട്ടും ഒക്കെ ലാഭിക്കും. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാ സംവിധായകർക്കും അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടാവട്ടെ. പിന്നെ ഇറ്റ്സ് എ ബിഗ് ആർട്ട്, അതിന് ഓരോരുത്തർക്കും ഓരോ വേ ഓഫ് ഡൂയിങ് ഉണ്ട്. ഐ വാസ് സോ കംഫർട്ടബിൾ വിത്ത് ഹിം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടർ എന്ന് നൗഫലിനെ വിളിക്കും. മുന്നോട്ട് പോകാൻ പറ്റട്ടെ, ഇനിയുള്ള ഒരു യാത്ര അങ്ങനെ ആവട്ടെ. ഈ ആർട്ടിസ്റ്റുകൾ ഇവർ തന്നെയാണ് കഥ എഴുതി ഇത് ഇവരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? വളരെ ഈസിയാണ്. ഞാൻ ഇവരോട് തന്നെ പലപ്പോഴും തമാശയായിട്ട് പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ സ്ക്രിപ്റ്റ് വളരെ ചെറുതായിരുന്നു, പിന്നെ അതിലൊരു ഒരു സ്പാർക്കിംഗ് ഒരു ഏരിയ ഉണ്ട്. അതിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ട് കുറച്ചുകൂടെ വലുതാക്കി കഴിഞ്ഞ് അതിന്റെ മുന്നേ തന്നെ ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ആലോചിച്ചത് മാത്യുവിനെ വിളിക്കാം, പിന്നെ അറിയാവുന്നവരെല്ലാരും വിളിക്കാം. ഈസി എന്താന്ന് വെച്ചാൽ ഒരു ഹെഡ് ഏക്ക് ഇല്ലാതെ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമയാണല്ലോ. ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്ടറുടെ കീഴിൽ നിന്ന് പണിയെടുത്തിട്ടുള്ള പരിചയമില്ല. അപ്പോൾ മാത്യുവിനോട് പറയണു, മാത്യു ഓക്കെ പറയണു, സഭ, റോഷൻ, സീനില് എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഈ പറഞ്ഞ പോലെ ആ കെമിസ്ട്രി അടിപൊളിയായിരുന്നു എല്ലാവരുടെയും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വിളിച്ചാൽ വരാൻ പറ്റാവുന്ന എല്ലാരും വിളിച്ച്. അബൂക്കാടെ ക്യാരക്ടർ ചെയ്ത ആള് മാത്രമാണ് നമ്മൾ വേറെ പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് വേറെ ആരെയും നമ്മൾ ഉദ്ദേശിച്ച ആളുകളെ കിട്ടാതെ ആവുകയോ എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു ഡേ 1 തൊട്ട് അത് പോയിക്കൊണ്ടിരുന്നത്. എന്റെ അറിവ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? ഇല്ല, ഡയറക്ടറിന് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? ഇല്ല. ക്യാമറാമാൻ നമുക്ക് പരിചയമുണ്ട്, അഭിലാഷ് ശങ്കർ. ഇപ്പോഴാണ് പുതിയ പരിപാടി ഒരെണ്ണം ചെയ്യുന്നുണ്ട്. നീ ചെയ്ത സൂപ്പറായിരിക്കും, നന്നായിരിക്കും. ഒരു
ഒരു ബ്രേക്ക് ഉണ്ടാവും, എന്തായാലും ഒന്ന് ഡയറക്ടർ കണ്ടു നോക്കുന്നു. അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞ് കുറച്ച് തടിയൊന്ന് വെച്ചോ, നമുക്ക് ഈ പറഞ്ഞ വാപ്പാടെ ഒരു ലുക്ക് നമുക്ക് കിട്ടണം, ആ ഒരു ഇമേജ് സാധനം കിട്ടണം. എന്ന് വെച്ചാൽ ഇത്രയും കൃതാവും മീശയൊക്കെ വെച്ചിട്ട് പണ്ടത്തെ ഒരു സാധനം ഒന്ന് പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞ സാധനം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ സെറ്റ്. ഈ വാപ്പാടെ ലുക്ക് എന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു ഈ സിനിമയ്ക്ക്? ആ കഥാപാത്രം അങ്ങനെ തന്നെയാണ്, അല്ല ആ കഥാപാത്രം അത്രയ്ക്കും വലിപ്പമുള്ളതാണ് അല്ലേ? വാപ്പാടെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മകനാണല്ലോ, അത് എപ്പോഴും ലുക്ക് ഉണ്ടല്ലോ, ലുക്കിന് വ്യത്യാസം ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ താടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാപ്പാടെ ഒരു ലുക്ക് സാധനം കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് സാധനം വേണ്ട ആ ഒരു സൈസ് സാധനവും. പിന്നെ ഈ പറഞ്ഞ പോലെ സജിനിക്കൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട് സ്ക്രീനിൽ, നമുക്ക് കാണുമ്പോൾ തന്നെ സൈനുക്ക് നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. നല്ല പ്രസൻസ് ഉണ്ട് പുള്ളിക്ക്, ഭയങ്കര അണ്ടർ യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ആവശ്യത്തിന് അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് അതൊരു സങ്കടമൊന്നുമില്ല, എനിക്ക് ഒന്നും അല്ല ഞാൻ പറഞ്ഞ സീരിയസ്ലി ഞാൻ പറയണ ഓരോ പടങ്ങൾ കാണുമ്പോഴേ ഇത് എനിക്ക് പറ്റിയ റോളാണ്, എനിക്ക് വന്നിട്ടില്ല, എൻ്റെ ടൈം ആയിട്ടില്ല സാധനം. ഇത് കാണുമ്പോഴേക്ക് ഈ റോള് ഈ സിനിമയിൽ ഏത് റോള് ചെയ്യാനാണ്? അപ്പോൾ ഞാൻ വൈഫിനെടുത്തു, ഇതില്ലല്ലേ ഈ സിനിമയിൽ തന്നെ പറ്റൂല, എന്ത് ചെയ്യാൻ, ഇത് ഇവൻ തന്നെയാണ് സൂപ്പർ, ഇവൻ തന്നെ ചെയ്ത് തന്നെ അടിപൊളി. അതുപോലെ എനിക്ക് മുമ്പ് വന്നിരുന്ന ഒരു പടം ആസിഫിൻ്റെ ഒരു പടമായിരുന്നു, അത് ബേസിൽ ചെയ്ത് നല്ല സൂപ്പറായിരുന്നു. മറ്റൊരു മാപ്പിളപ്പാട്ടുണ്ടല്ലോ, അതാദ്യം മറ്റേ ദിഞ്ചത്ത് ഡയറക്ടർ, അതിവിടെ ക്രൗണിൽ വെച്ചായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കക്ഷിയമ്പിള്ള. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽക്കാലും കൂടുതൽ നല്ല പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ പല സിനിലിന്റെ അവസരം ബേസിൽ തട്ടിയെടുത്തു. ഇല്ലില്ല, നല്ല സൂപ്പറായിട്ട് ചെയ്തു. നമ്മള് രണ്ടും സംസാരിച്ച ഒരേ പോയിന്റിൽ നമ്മള് പറവയ്ക്ക് ശേഷമൊക്കെ ഒരു എന്താണ് പറയാ, അതിന്റെ ഒരു ഹൈപ്പിലേക്ക് പിന്നെ വരുന്നു എന്ന് പിന്നീട് നമ്മൾ കാണാതെ വരുമ്പോ നമുക്ക് വിഷമം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്, പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇല്ല നമുക്ക്. 3 കൊല്ലം കൊറോണ കൊണ്ടുപോയി, പിന്നെ 1 കൊല്ലം പ്രളയം കൊണ്ടുപോയി, അതിന്റെ ഇടയിൽ ടിക്ടോക്കില് കുറെ സ്റ്റാർസ് ജനിച്ചു, മനസ്സിലായി. പിന്നെ അവരായി സോഷ്യൽ മീഡിയ, പിന്നെ അവർ വഴി ഇപ്പം ആരെ വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വന്ന് അവരിൽ ഒരു യൂണിവേഴ്സ് വന്നു പോയി, അങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. സോഷ്യൽ മീഡിയ വലിയൊരു മുഖ്യ ഘടകമായിരുന്നു, പിന്നെ ഇപ്പോഴും അതെ. ആർക്കും സിനിമ ഭയങ്കര അപ്രോച്ചബിൾ ആണ് ഇപ്പോൾ, അതിന് വലിയ ദൂരമൊന്നുമില്ല. ഒരാള് ഭയങ്കര ഇത്രയും ആളുകളിലേക്ക് എത്താൻ അയാളുടെ ഒരു വീഡിയോ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ, നമുക്കുള്ള പേഴ്സണൽ ടാലൻറ്റും അല്ലെങ്കിൽ കയ്യിലുള്ള ക്രാഫ്റ്റിനെ ഗ്രൂം ചെയ്യുന്നിടത്തോളം, നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നിടത്തോളം ആയിരിക്കും നമുക്ക് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്ഡേഷൻ കുറവാണ്. അല്ല, നമുക്ക് പറ്റിയാലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കാന്ന് പറയുന്നത് അപ്ഡേഷൻ. അതിലേക്ക് വീണ്ടും കൊണ്ടുവരാം അല്ലേ, അതിലേക്ക് വീണ്ടും കൊണ്ടുവരാം കേട്ടോ. അല്ല, നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള സാധനം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ. അപ്പം അതനുസരിച്ച് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം അപ്ഡേഷൻ നടന്നായിരുന്നു, അത് വൈറലായിരുന്നു അല്ലേ? അതെ, അതാണ് അപ്ഡേഷൻ. എന്റെ അപ്ഡേഷൻ വേറെ അപ്ഡേഷൻ, വേറെ ആൾക്കാരുടെ വേറെ അപ്ഡേഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ഡേഷൻ ചെയ്തായിരുന്നു, അതിന്റെ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, ജിനിലിന് ഭയങ്കര, എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ വലിയൊരു ക്രൗഡിൻ്റെ മുമ്പിൽ പോയിട്ട് ആ ക്രൗഡിനെ മൊത്തം, ഇപ്പോൾ നമ്മുടെ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു ഹാൻഡിൽ ആൻഡ് യുനോ അപ്രീഷിയേറ്റ് ദ ക്രൗഡ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് കൈയടിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് വാപ്പയിൽ നിന്ന് സ്വതസിദ്ധമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ എന്നോടൊന്ന് പറയണ്ടല്ലോ, ലാലേട്ടൻ വരെ എൻ്റെ റീല് കണ്ടോ എന്നൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നേരിട്ട് കിട്ടുന്ന വേറൊരു സന്തോഷമാണ്, അപ്പോൾ തന്നെ നമുക്ക് കിട്ടുമല്ലോ. അഭിജയൊക്കെയാണ് സ്റ്റേജ് ഷോയിലാണല്ലോ ഏറ്റവും കൂടുതൽ കൈയടി വാങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും വരുന്നുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് പറഞ്ഞാൽ ഇപ്പോഴും ആ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ആ സ്റ്റേജ് ഷോകൾ വന്നാൽ ഇല്ലാത്ത സ്റ്റേജ് ഷോകൾ വളരെ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ എത്രയോ ഷോകൾ, അതൊക്കെയാണ് ആ കഴിവാണല്ലോ ഇവിടെ ഉള്ളതും. എല്ലാം ഒന്നിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കഴിവ് ഇവിടെ ഉണ്ട്, ആ കഴിവിലേക്ക് തന്നെ യാത്ര ചെയ്യാം കേട്ടോ. അത് നമുക്ക് സന്തോഷമുണ്ട്. ഈ ഒരു ഡയറക്ടറിൻ്റെ പല സിനിമയിൽ അഭിനയിക്കും, ഒരു ഡയറക്ടറിന് ഒരു ആക്ഷനും കട്ടും കഴിയുമ്പോൾ നമ്മൾ ചെയ്ത സീൻ
കട്ട് പറയുമ്പോൾ അദ്ദേഹത്തെ എക്സ്പ്രഷൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ആരുടെ അതിന്റെ എക്സ്പ്രഷന്റെ ആവശ്യമില്ല, നോഫ്ലിക്ക് അപ്പൊ തന്നെ പറയും. തുറന്നു പറയും. ആയിട്ട് പറയും. ഇല്ലടാ, അത് വർക്കല്ലടാ എന്ന് പറയും. കഷ്ടപ്പെടുമൊന്നും വേണ്ട. അതിന് എക്സ്പ്രഷൻ ഉമ്മയല്ലല്ലോ പറയും. പറയും അല്ലേ? മച്ചാനെ അതൊന്ന് താഴ്ത്തി പിടിച്ചു തരും, മച്ചാനെ അത് അത്ര ഇതല്ല, കുറച്ചുകൂടെ ഒന്ന് ഇത് വേണം എന്നുള്ളൊരു സാധനം നമുക്ക് പറഞ്ഞു തരും. പറഞ്ഞു തരും. പറഞ്ഞു തരാനല്ലേ ആള് എക്സ്പ്രഷൻ. ചില ആളുകളെ നമുക്ക് മനസ്സിലാലോ, തൃപ്തരല്ലാതെ തൃപ്തിയാക്കുന്ന രീതിക്ക് ഉണ്ടാവുമല്ലോ ഇല്ലേ? പിന്നെ അല്ലേ? അങ്ങനെയല്ലേ? ഇല്ല, ഞാൻ സാറ്റിസ്ഫൈ ആയിട്ട് ഷോർട്ട് ഹോക്കി വെക്കാറുണ്ട്. എന്നിട്ടേ ഉള്ളൂ എത്ര ടേക്ക് പോകേണ്ട വന്നാലും. അതെ, ഉറപ്പായിട്ടും. അങ്ങനെ സോഫ്റ്റ് കോർണർ കാണിക്കാൻ പറ്റൂല ഈ കാര്യത്തിൽ അല്ലേ? അതെ. പിന്നെ ഏറ്റവും കൂടുതൽ ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത ഒരു സീൻ ഓർക്കുന്നുണ്ടോ? മീനാക്ഷി എന്ന് പറയും, വാഴയിലെ വാഴ ഇല്ല, മീനാക്ഷി ഇല്ല, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ. ബോയ് കട്ടടിച്ച് രാത്രി ചായ കുടിക്കാൻ അവള് ഈ സെറ്റിൽ ഏറ്റവും നന്നായിട്ട് കണ്ടിന്യൂറ്റി പിടിക്കുന്നതും അഭിനയിക്കുന്ന അവളാന്നും പറഞ്ഞു ഒരു ചെറിയ എക്സ്പ്രഷൻ. ഡോറ് തുറങ്ങി ഒരു എന്താ എമർജൻസി എടുത്ത് വന്ന് ഡോറ് തുറന്നിട്ട് ഇങ്ങനെ തുറന്ന് നോക്കണം. അപ്പൊ ആദ്യം ചിരിച്ചിട്ട് ഇറങ്ങണം, ഒരു പ്രതീക്ഷയോടെ ഇറങ്ങണം. അവള് എന്ത് നോക്കിയാലും ചിരിച്ചിട്ടല്ലേ ഇറങ്ങണം. 12 or 13 അതായിരുന്നു മെയിനായിട്ട് മെയിനായിട്ടുണ്ടായിരുന്നല്ലേ? പണ്ടത്തെ കാലമാണെങ്കിൽ പൈസ പോയാനെ. ഇപ്പൊ അല്ല, പ്രൊഡ്യൂസർ ഇപ്പൊ ആക്ച്വലി അത് നമുക്ക് നല്ലതായി ടേക്ക് കൂടുതൽ പോവാന്നുള്ളത്. നമ്മള് ചെയ്യുന്തോറും ചിലപ്പോ വേറെ നല്ല സാധനം നമുക്ക് ചെയ്തിട്ട് പിന്നെ പോയി നമ്മൾ കണ്ടതിന് ശേഷം ഇതൊന്നും കൂടെ മാറ്റി ചെയ്യാമെന്നും കൂടെ പറയാം. അതെ, അല്ലെങ്കിൽ വേറൊരു സാധനം ട്രൈ ചെയ്യാൻ എഡിറ്റബിൾ ഒരു ഓപ്ഷൻ ആയിരിക്കില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ടേക്ക് കൂടുതൽ പോവാന്നുള്ളത് ഒരു മോശം കാര്യമല്ല. അതെ, ബെറ്റർ ആക്കാൻ വേണ്ടിയാണ്. അതെ, സിനിമ ഡിജിറ്റൽ ആയത്. അതില് എന്താ പറയാ, ചില ആളുകൾ നെർവസ് ആവും. ആ നെർവസ് ആവാതെ ഇതിനെങ്ങനെ ഒരു ആക്ടർ കംപ്ലീറ്റ് ആക്ടർ ആവുന്ന അവിടത്താണ്. അതായത് അവർക്ക് അവരിൽ കൺട്രോൾ ഉണ്ടാവുക. ഇതല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് മാറാൻ പറ്റുക, നെർവസ് ആവാതിരിക്കുക. ഇതൊക്കെയാണല്ലോ അവിടെ നടക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ഡ്രാമ സ്റ്റേജിലുള്ള പോലെയോ അങ്ങനെയൊന്നും പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഇല്ല. ഇന്ന് പറയുന്നതായിരിക്കില്ല, നാളെ വേറെ സ്ഥലത്തെ സീനായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര ഫിലിം ആക്ടിങ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് വെച്ച് ടെക്നിക്കൽ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് അവിടെ കഴിഞ്ഞ് ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ തീർന്നു. അപ്പോൾ അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇവരൊക്കെ അതിൽ മാസ്റ്റേഴ്സ് ആവുകയും അതിൽ സൂപ്പർ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറുകളായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെയല്ലേ? അതിന് മലയാള സിനിമകൾ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. രസകരമായ അനുഭവം ഈ സിനിമയിൽ ലൊക്കേഷൻ ഫുഡ് രസകരമായ അനുഭവം അല്ല, എല്ലാം രസകരമായ. അപ്പോൾ കൂടുതൽ നൈറ്റ് റൈഡേഴ്സ് നൈറ്റ് ആയിരുന്നു. അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ തണുപ്പിനെയൊക്കെ അതിജീവിച്ച് ഇങ്ങനെ നൈറ്റ് ഷൂട്ട് ഭയങ്കര രസകരമായിരുന്നു. ഇങ്ങനെ വിറച്ച് നിൽക്കുന്ന സ്ഥലത്ത് നമ്മള് ഷോട്ടിന് മുൻപ് ഇങ്ങനെ കമ്പിളിപ്പൊതുപ്പും മറ്റേതൊക്കെ പൊളിച്ച് ഇങ്ങനെ നിൽക്കും. ചില സമയത്ത് ഉടുപ്പിടാതെയൊക്കെ അങ്ങനെ നിൽക്കും. ഭയങ്കര രസമായിരുന്നു. രസകരമായിരുന്നു അത്. അപ്പൊ തന്നെ വിളിക്കും ആക്ഷൻ. അല്ല, നമ്മള് ഷൂട്ടിൽ മാറി നിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റിന്റെ ഇതിന്റെ ഒരു ചൂട് സച്ചിൻ അല്ലേ? അത് രസകരമായിരുന്നു. മാത്യുവിനുണ്ടാകുന്ന അനുഭവം ഏറ്റവും പ്രയാസകരമായ ചൂടായിരുന്നു. അപ്പൊ പക്ഷെ അതും രസകരമായിരുന്നു, ചൂട് തന്ന് അഭിനയിക്കാൻ. 2 സ്ഥലത്തും പിടിച്ചിട്ടുണ്ട് അവര്. പ്രയാസകരമായ ഒരു അനുഭവം എന്തായിരിക്കും ഈ ലൊക്കേഷൻ ഉണ്ടായ? പ്രയാസകരമായിട്ടുള്ള നമ്മൾ എടുത്ത സീനിലാക്കാം. ഓടി കുറെ ഞാൻ കുറെ ഓടി, ഞങ്ങളെല്ലാരും കുറെ ഓടി. പനിയുണ്ടായി, എനിക്ക് പനി ഒരു ദിവസം ഛർദിയും പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വളരെ ഇതായിട്ട് റെസ്റ്റ് എടുത്തോ, കുഴപ്പമില്ല, നമുക്ക് നാളെ ചെയ്യാം, വെറുതെ ഇതാക്കണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ആ സമയം തന്നായിരുന്നു കേട്ടോ ഇവര്. അത് അങ്ങനെ എല്ലാരും തരുന്നില്ല, കാരണം ഈ പറഞ്ഞ പോലെ പൈസ പൈസ മാറ്റർ ഓഫ് കൺസേൺ ആണ്. പക്ഷെ എങ്കിൽ ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ റോണി ചേട്ടൻ വയ്യാണ്ടായിരുന്നു അന്ന്. ആ സമയം നമ്മൾ ആയപ്പോഴത്തേനും കുറെ പേർക്ക് വയ്യായിട്ടുണ്ട്, സെറ്റിൽ ഒരുപാട് പേർക്ക് വയ്യായിട്ടുണ്ട്. അപ്പൊ നമ്മളത് കൺസിഡർ ചെയ്യാതെ പണിയെടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പണിയെടുത്തിട്ടില്ലല്ലോ. അല്ല, ഇത് പണിയാൻ തോന്നിയിട്ടില്ല. ഇപ്പൊ ഓടറാണെങ്കിൽ ഒരു പട്ടി ഓടിച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ ഓടില്ലേ, അത്രേ ഉള്ളൂ. എന്താ ഇതല്ലേ? അല്ല, എനിക്ക് ഒരിക്കലും ഒരു ജോലിയാണെന്ന് തോന്നിയിട്ടേ ഇല്ല ഈ അഭിനയം എന്നുള്ളൊരു സാധനം. ഈ അവസരത്തിൽ എങ്ങനെയായിരിക്കും നമ്മൾ പെരുമാറുക? അയ്യ, എന്തിത്ര പണി,
ഇപ്പൊ വീട്ടിൽ കട്ടിൽ നീക്കണ്ടേ, അതുപോലെ തന്നെ സിനിമയിലാണെങ്കിൽ നമുക്ക് എടുത്ത് പൊക്കണം, ഫൈറ്റ് ചെയ്യേണ്ട, ലൈഫിൽ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ഫൈറ്റ് ചെയ്യും, അതുപോലെ തന്നെ. അല്ലാണ്ട് നമുക്ക് പറ്റാത്തൊരു കാര്യം ചെയ്യുമ്പോഴാണ് അത് പണിയാണ്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഒന്നും മാത്യു ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യാത്തോണ്ട് കുറച്ച് ബുദ്ധിമുട്ട്. പാവല്ലേ? അല്ല, ഇത് നല്ല ഫൈറ്റുകളുണ്ട്. ഫൈറ്റ് കലയാണ് ഫൈറ്റ് ചെയ്തേക്കുന്നത്. കലയെ ഭയങ്കര ഗംഭീരമായിട്ട് ഫൈറ്റുകൾ കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാർക്കോടെ നമ്മുടെ ഫൈറ്റ് ഒക്കെ ഫൈറ്റ് ഒക്കെ ചെയ്തു. കലേ കിങ്സ് ഈ ട്രെയിലറിൽ കൊണ്ട് നമ്മൾ എൻഡിൽ നിർത്തുന്നത് യക്ഷിയാണ് അല്ല, യക്ഷിക്കഥകൾ യക്ഷിയാവാം, യക്ഷിയാകാം, ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. എനിക്ക് യക്ഷിയായിട്ടാ തോന്നിയത്. എന്റെ കണ്ണിന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. അല്ലല്ല, കണ്ണിന്റെ എങ്ങനെ കണ്ണിന്റെ അല്ല. അല്ലല്ല നമ്മൾ കഥകൾ കേട്ട് പോകുന്നതാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഇങ്ങനത്തെ സിനിമകൾ വന്നിട്ടും ഉണ്ടാകാം. പക്ഷെ ഇത് വേറെ ടൈപ്പാണ്. ഇത് നേരത്തെ പറഞ്ഞ എല്ലാം കൂടെ കൂട്ടി ഇണക്കിയ സിനിമയാണ്. ആ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ കഥയിൽ നിന്ന് അനുഭവം, നമ്മൾ കേട്ട കഥകൾ ഉണ്ടാകും. അങ്ങനത്തെ അനുഭവം, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഈ സിനിമയ്ക്ക് ഉണ്ടോ? ഉറപ്പായിട്ടും അത് എനിക്ക് മാത്രമല്ല, ഇതിന്റെ ഐഡിയ കേൾക്കുമ്പോഴേ ഇത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള പരിപാടികളാണ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ കാലത്തും നമ്മൾ കേട്ടിട്ടുള്ള പരിപാടി. പക്ഷെ അതെന്താന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന്നൊക്കെയാണ് ഇതിന്റെ ബേസ് ഉണ്ടായിട്ടുള്ളത്. റിലേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും എല്ലാവർക്കും റിലേറ്റ്, എല്ലാവർക്കും സിനിമ കണ്ടിറങ്ങുമ്പോൾ അല്ലേ. അതുകൊണ്ട് തന്നെ ഇത്ര അബുക്കാരുടെ അടുത്ത് ഞാൻ അബുക്കായിട്ട് ഒരു ബന്ധമല്ല. പക്ഷെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഇരിക്കാൻ നമ്മുടെ നാട്ടിലോ പണ്ട് നടക്കാറില്ല ഇങ്ങനത്തെ ഒരു പരിപാടി. അത് ഞങ്ങളുടെ നാട്ടിൽ നടന്നുണ്ട്, അതാണോ? അങ്ങനെ എല്ലാം ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യായിരുന്നു. എത്ര പാട്ടുണ്ട്? 8 പാട്ട്. യോവിന്റെ പുസ്തകം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവര് തന്നെ അല്ലേ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കളർഫുൾ സിനിമ. അതില് നമ്മള് എന്താ ഉഷാവുതുപ്പ് പാടിയിട്ടുണ്ട്, മിൻമിനി ചേച്ചി പാടിയിട്ടുണ്ട്, വേടനുണ്ട്, ഗബ്രയുണ്ട്, മീനാക്ഷി ഉണ്ണികൃഷ്ണനും പാടിയിട്ടുണ്ട്. നമ്മുടെ നായിക മാത്യു മാത്തിന്റെ പാട്ട് വെച്ചിട്ടില്ലേ? മാത്യുവിന്റെ പാട്ടാണ് പടത്തിലുള്ളത്. മീനാക്ഷി പാടിയത് ഞങ്ങൾ വെച്ചിട്ടില്ല. മനഃപൂർവ്വം ഒഴിവാക്കിയാണോ മീനാക്ഷി? മാത്യുവിന്റെ പടം കണ്ടിട്ട് മാത്യു പാടിയേക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് പറയാം. അതേ വെച്ചിട്ടുള്ളൂ നമ്മള്. അതുള്ളത് ഇനി അതും ഒരു ചലഞ്ചായി. നമുക്ക് അതൊരു മത്സരമാക്കി എടുത്താലോ? പടം കണ്ടിട്ട് മാറ്റി പാടിയത് എവിടെയാന്ന്. അല്ല, വേഗം കിട്ടും, വേഗം കിട്ടും. അതൊരു ചലഞ്ച് അല്ല, മാത്യുവിന്റെ ലിപ്പ് തന്നെ. അതെ, അതൊന്ന് ഇത് മൊത്തത്തിൽ ചലഞ്ചാണ് ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചലഞ്ചുകൾ നല്ലതല്ലേ, അപ്പോഴാണ് നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ ഒരു മനോഹരമായ എന്തെങ്കിലും പാട്ടോടുകൂടി അവസാനിപ്പിക്കുന്നതല്ല ഈ സായം സന്ധ്യ. ഓക്കെ, ഞാൻ കേട്ടല്ലോ, പാടൂ. അല്ലേ? അല്ല, അങ്ങനെ അല്ലല്ലോ. നമ്മുടെ ഒരു സിനിമയല്ലേ, നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയല്ലേ. പാടൂ. ഈ കൂട്ടത്തിൽ ഇപ്പൊ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഓ, ജിന്നിൽ പാടും. പിന്നെ പാടുന്നല്ലേ. കമോൺ. അല്ല, കുഴപ്പമില്ല. ചൂടുവെള്ളം വേണോ? വേണ്ട വേണ്ട, പാട്. മനോഹരമായ ഒരു പാട്ടോടെ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. സഭ പാടുവോ? സോറി, ഫ്ലാറ്റ് മാറിപ്പോയതാ, ഞാനല്ല. അല്ല, പാട്ട് അയ്യോ ഇല്ല, പാട്ട് എന്തായാലും പാടില്ലാന്ന് ഉറപ്പായില്ലേ? ഉറപ്പല്ലേ? നമുക്ക് സിനിമയെ കുറിച്ച് ഞാൻ ലിപ്സിംഗ് ചെയ്യാം. ആരെങ്കിലും പാടും? ഇല്ല, ഞാൻ പാടും പാടുപെടും ചിലപ്പോ. ഒന്നുമില്ല, നമുക്ക് നല്ലൊരു ഡയലോഗ് കൂടി നമുക്ക് നിർത്താം. നമുക്കെന്നും ഇഷ്ടപ്പെടുന്നു ഒരു താരത്തിന്റെ ഡയലോഗ് ഈ സിനിമയ്ക്ക് ക്ഷണിച്ചുകൊണ്ട്. അയ്യോ, ഞാൻ സത്യം പറയട്ടെ, എല്ലാം വിട്ടു. അല്ല, ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഞാൻ എന്തോ വലിയ മിമിക്രി ആർട്ടിസ്റ്റാണ്. അതൊക്കെ അല്ല, എന്നാലും പറ്റും. പുതിയൊരു പരിപാടി. നമ്മുടെ സിനിമയുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുന്ന. അയ്യോ, സത്യമായിട്ടും എനിക്ക് അങ്ങനെ പറ്റില്ല. എന്നാ ഉള്ളത് പറഞ്ഞാൽ മതി. എന്താ പറയാ, സാധാരണ നല്ലൊരു സിനിമ. ഞാൻ എന്റെ ശബ്ദത്തിൽ തന്നെ പറയണം, നല്ലൊരു താരമല്ലേ. ഒരു വല്ലാത്ത ചോദ്യമായി പോട്ടോ, വല്ലാത്ത ചോദ്യമായി. നല്ലൊരു താരത്തിന്റെ സൗണ്ട്, ഞാൻ താരമല്ലേ. അല്ല, ജാഫർക്കാരുടെ ശബ്ദത്തിൽ അങ്ങോട്ട് പറഞ്ഞോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ജാഫർക്ക് സ്ഥിരം പറയണ ഡയലോഗൊക്കെ പറയാൻ അറിയുള്ളൂ. അത് മതി, എന്തെങ്കിലും പറഞ്ഞു. ഞങ്ങളെ സിനിമയിലേക്ക് ക്ഷണിച്ചോളാം. അതെ, ഞങ്ങളെ സിനിമയിലേക്ക് ക്ഷണിച്ചോളാം. കമോൺ. എന്താ പറയുന്നത്? അല്ല, എന്ത് പറയാനാണ്? നമ്മളാ മറ്റേ സ്റ്റേജിൽ പറഞ്ഞില്ലേ, ഒക്ടോബർ 10. ഞാന് പറവയുടെ സിനിമയില് ജാഫർക്ക എന്നോട് പറയണ്ട, അതെയാ? ശരിയാവില്ല, എനിക്കറിയാം. അതല്ലേ, ഓരോ സ്റ്റേജിലും ഓരോ കണ്ടീഷൻ ഉണ്ട്. ഈ ഡയലോഗുകളൊക്കെ നമ്മുടെ സിനിമയുടെ സക്സസ് പാർട്ടിക്കും കൊടുക്കാം. അതെ, ഓക്കെ അല്ലേ? എനിക്കിതാണല്ലോ പണി തരാന്ന് പറഞ്ഞു. എന്തായാലും സിനിമ സൂപ്പറായിട്ട്, സിനിമകളുടെ വിജയത്തിന്റെ കാലം. കുറച്ച് സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ആ സിനിമകളുടെ വിജയത്തിന്റെ കാലമാണ് ഇപ്പോൾ കാണുന്നത്. തിയേറ്ററിൽ എല്ലാ സിനിമകളും വിജയിച്ചു വരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ സിനിമ വിജയിക്കട്ടെ.
എന്തായാലും സിനിമകൾ വിജയിപ്പിക്കുന്നതിൽ ഇന്ന് നിങ്ങളെ തീർച്ചയായിട്ടും പോലുള്ളവരുടെയും കൂടി നമ്മള് പങ്കുണ്ട്. സിനിമയോടൊപ്പം തന്നെ അതുകൊണ്ട് ആ സപ്പോർട്ട് ഞങ്ങൾ തിരിച്ചു തീർച്ചയായിട്ടും സിനിമയുടെ ഒപ്പം തന്നെ ഉണ്ടാകും. നമ്മൾ മലയാള സിനിമ ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് ലാലേട്ടൻ അവാർഡോടുകൂടി നമ്മൾ സന്തോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ പോവുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മാത്രമുള്ള ഈ സിനിമകൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രണയം തോന്നുകയുള്ളൂ. അതുകൊണ്ട് തിയേറ്ററിൽ പോകാൻ OTT കാത്തിരിക്കരുത്. അപ്പോൾ ഒത്തിരി സന്തോഷം. 5 പേർ. താങ്ക് യു സോ മച്ച്.